എന്തുട്ടാന്നല്ലേ നമ്മുടെ മുറ്റത്തുള്ള കോവയ്ക്ക പന്തലിന്നേ കുറച്ച് കോവയ്ക്ക പറിക്കാമെന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഉണ്ടാവാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ കിട്ടുന്നതൊക്കെ പറിച്ചിട്ടുണ്ട്. സംഭവം ഇതായിരുന്നു അതിൻ്റെ അവസ്ഥ. ആദ്യമായിട്ട് അതിന് കുഴിയെടുത്തും കാലൊക്കെ വെച്ച് സഹായിക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അതിന് പിന്നെ ഒരു കുറവുമില്ല. വീട്ടിൽ സഹായത്തിന് ഒരുപാട് ആൾക്കാരാണ്. പിന്നെ അമ്മ നല്ല കഷ്ടപ്പെട്ട് കുഴിയൊക്കെ കുത്തി അങ്ങനെ പന്തൽ നന്നായി വിരിച്ചുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കെട്ടിയിട്ട് പീലും വേതും ഒക്കെ അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ നന്നായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതിന് ഞങ്ങളിങ്ങനെ കോവയ്ക്കൊക്കെ പറിക്കുകയാണ്. പീലുവിന് എത്താവുന്ന ദൂരത്തിൽ നിന്നൊക്കെ പീലു തന്നെ പറിക്കുന്നുണ്ട് കേട്ടോ. ഇത്തിരി ഹൈറ്റുള്ള സ്ഥലത്തു നിന്ന് മാത്രമേ ഞാൻ പറിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പുറത്ത് ഒരാൾ കാര്യമായ കളിയിലാണ്. പിന്നെ അതങ്ങനെ നടന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇനി കുറച്ചും കൂടി പറിക്കാനുണ്ട്. അതൊക്കെ ഒന്ന് പാകാവണുള്ളൂ. ഇതൊക്കെ ചെറിയ ഇതായിട്ടുള്ളൂ. പന്തലൊന്നും കൂടി മഴയും വെള്ളമൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായി എന്തുട്ടാല്ലേ.